ഒരു വ്യക്തിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫോക്കസ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ഫോക്കസ് നമുക്ക് എത്രത്തോളം വികസിപ്പിക്കാൻ കഴിയുമോ, എത്രത്തോളം ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ, അത്രത്തോളം നമുക്ക് വിജയം ഉണ്ടാവും. നമ്മുടെ മനസ്സ് 5 ഘട്ടങ്ങളാണ്. നമ്മളെ മനസ്സ് 5 തരത്തിലാണുള്ളത്. ഒന്നാമത് ഡിസ്റ്റർബ്ഡ് മൈൻഡ്, 2 ഡൾ മൈൻഡ്, മൂന്നാമത്തത് ഡിസ്ട്രാക്റ്റഡ് മൈൻഡ്, നാലാമത്തത് ഫോക്കസ്ഡ് മൈൻഡ്, 5 മാസ്റ്റേർഡ് മൈൻഡ്. ഇങ്ങനെ 5 തലത്തിലുള്ള മൈൻഡ് സെറ്റാണ് മനുഷ്യനുള്ളത്. അതിൽ ഒന്നാമത്തത് ഡിസ്റ്റർബ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു തലമാണത്. അതിലൂടെ ആ തലത്തിലുള്ള ആളുകൾക്ക് തീരെ ആത്മവിശ്വാസം ഉണ്ടാവില്ല. എനിക്കൊന്നിനും കഴിയൂല, എന്നെ കൊണ്ടൊന്നും പറ്റൂല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ഞാൻ ആരും ഇല്ലാത്തവനാണ്, ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്നവനാണെന്നുള്ളൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന ഏറ്റവും താഴ്ന്ന തലം. ആ തലത്തിലുള്ള ആളുകൾ ഒരു പക്ഷേ അവൻ്റെ ആശങ്കകൾ കാരണം, മനസ്സിൻ്റെ ആ തലം കാരണം ഒരു പക്ഷേ അവനക്ക് എന്താവാം, ആത്മഹത്യ വരെ അവൻ എത്താൻ സാധ്യതയുണ്ട്. അത്രയും താഴ്ന്ന തലത്തിലുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഡിസ്റ്റർബ്ഡ് മൈൻഡ്, അതായത് ഒന്നാമത്തെ മൈൻഡ് സെറ്റ് എന്നുള്ളത്. രണ്ടാമത്തത് ഡൾ മൈൻഡാണ്. ഇതൊരു ഊർജമില്ല, അവനക്ക് എല്ലാവരും ഉണ്ട് എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും, പക്ഷേ ഒരു ഊർജ്ജമല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥ. എന്നെ കൊണ്ടൊന്നും പറ്റൂല, എനിക്ക് വയ്ക്കൂല, എനിക്കൊന്നിനും കഴിയൂല, ഇതെല്ലാം എൻ്റെ വിധിയാണ്, വിധിയെ പഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഡൾ മൈൻഡ് എന്നുള്ളത്. മൂന്നാമത്തത് ഡിസ്ട്രാക്റ്റഡ് മൈൻഡാണ്. അവർക്ക് വിജയിക്കണമെന്നും വലിയ സംഭവമാകണം എന്നൊക്കെ വലിയ താല്പര്യമുണ്ട്, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ സകലകുലാവിയായിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ. ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യും, മറ്റൊരു സമയത്ത് വേറൊരു കാര്യം ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ ഒരു നോർമൽ ലൈഫിൽ. ഇതായിരിക്കും ഭൂരിപക്ഷം ആളുകൾ ഉണ്ടാവുക. നമ്മളെ സാധാരണക്കാരായ ഭൂരിപക്ഷം ആളുകളുടെ ജീവിത ലെവല് ഈ മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൈകൊത്തിയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥ, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവസാനം ബാലൻസ് ഷീറ്റ് വെക്കുമ്പോൾ അത് 0 ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൂന്നാമത്തത്. നാലാമത്തതാണ് ഫോക്കസ്ഡ് മൈൻഡ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മളൊക്കെ ഒരു വിജയിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുണ്ടാവുന്ന മൈൻഡ് സെറ്റാണ്. അദ്ദേഹം കൃത്യമായി ഫോക്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലായിരിക്കും പൂർണ്ണ ശ്രദ്ധ. അങ്ങനെ അത് വിജയിച്ചെടുത്തതിൻ്റെ ശേഷമാണ് അടുത്ത കാര്യം ചെയ്യുക. അങ്ങനെ ഒരു ഫോക്കസ്ഡ് മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് വിജയം. ഇവരെയാണ് നമ്മൾ പൊതുവെ വിജയികൾ, വലിയ സമ്പത്തുള്ളവർ, അല്ലെങ്കിൽ അവർ വലിയ സംഭവമാണെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണത് ഈ ഫോക്കസ്ഡ് മൈൻഡ്. അഞ്ചാമത്തെ ഒരു മൈൻഡ് സെറ്റ്, അത് എല്ലാവർക്കും നമ്മളെ മൈൻഡ് സെറ്റിൽ ഏറ്റവും ഉയർന്ന തലമാണത് ഈ മാസ്റ്റേർഡ് മൈൻഡ്, അഞ്ചാമത്തെ തലം. ഇതെല്ലാവർക്കും എത്തിക്കൊള്ളണമെന്നില്ല. ഇത് ഒരു തലത്തിൽ പറയുകയാണെങ്കിൽ ഒരു സൂഫിസത്തിൻ്റെ അല്ലെങ്കിൽ ഋഷിവര്യന്മാരുടെ മൈൻഡ് സെറ്റാണ്. അവരുടെ മനസ്സിനെ, അവരുടെ എല്ലാ ചിന്തകളെ ഒക്കെ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സൂഫിസ്റ്റിക് മൈൻഡാണ്. ഈ മൈൻഡിലേക്ക് എല്ലാവർക്കും എത്തിക്കൊള്ളണമെന്നില്ല. അത് എത്ര നല്ല കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ 5 തലത്തിലുള്ള മൈൻഡിൽ നാലാമത്തെ മൈൻഡ് സെറ്റ്, പറ്റുമെങ്കിൽ അഞ്ചാമത്തത്, ഏറ്റവും നമുക്കൊക്കെ നമ്മളെപ്പോലൊക്കെ തന്നെ നോർമൽ ആളുകൾക്ക് സാധ്യമാവുക ഈ നാലാമത്തെ മൈൻഡ് സെറ്റാണ്. ഈ 1, 2 എന്തായാലും പറ്റില്ല. മൂന്നാമത്തെ ആണെങ്കിൽ നമുക്കൊരു നോർമൽ ലൈഫിൽ പോകാം. നാലാമത്തെ ആണെങ്കിൽ നമുക്ക് വിജയിയായിട്ട് പോകാം, സന്തോഷത്തോടു കൂടി പോകാം. അഞ്ചാമത്തെ ആണെങ്കിൽ ടോപ്പ് ലെവലിലെത്തി. അപ്പോൾ ഏറ്റവും മിനിമം നമ്മൾ എന്താവണം, നാലാമത്തെ മൈൻഡ് സെറ്റിലേക്ക് എത്തണം. അതിനുവേണ്ടി ഫോക്കസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആ നാലാമത്തെ ലെവലിൽ നമ്മളെ മൈൻഡ് സെറ്റ് സൂക്ഷിക്കുക. അങ്ങനെ നമ്മൾ ഒരു വിജയിയാവുക. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.